വയനാട്ടിലെ ബാങ്ക് നിയമനക്കോഴ അന്വേഷിക്കാൻ നിയമിച്ചത് സഹകരണ വിജിലൻസിന്റെ വകുപ്പ് തല അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥനെയാണെന്ന് പരാതി. ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജമാലിനാണ് 5 ബാങ്കുകളിലെ നിയമനക്കോഴയുടെ അന്വേഷണ ചുമതല. അന്വേഷണം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് ആരോപണം. ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കുപ്പാടി സ്വദേശി റോയ് ജോൺ മുഖ്യമന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകി. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് അന്വേഷിക്കാനാണ് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജമാലിനെ നിയോഗിച്ചിരിക്കുന്നത്. സഹകരണ നിയമം 66 പ്രകാരമാണ് അന്വേഷണം. പിന്നാലെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സഹകരണ വിജിലൻസിന്റെ വകുപ്പ് തല പരിശോധന നേരിടുന്നയാളെന്ന ആരോപണമുയരുന്നത്. അന്വേഷണം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് കുപ്പാടി സ്വദേശി റോയ് ജോണിന്റെ പരാതി. ഈ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരില്ലെന്നും റോയ് പറയുന്നു. അഴിമതികളെല്ലാം നടക്കുമ്പോൾ ഇവിടെ ഏറിയിരുന്ന ആള് തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചേക്കുന്നത്. അപ്പം സത്യം പുറത്തു വരാൻ സാധ്യത കുറവാണ്. എൻ്റെ നിരവധി പരാതികളിൽ ഇയാൾ ഇപ്പോൾ അസിസ്റ്റന്റ് രജിസ്ട്രാർ എല്ലാം മൂടിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. ഇനിയിപ്പോൾ അതും തുടർന്ന് നടക്കും. നിലവിൽ 3 വർഷം കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി 15 ദിവസത്തിൽ തിരിച്ച് അതേ കസേരയിൽ വന്നിരിക്കുക. അതിന് കാരണം ഈ അഴിമതി നടത്തുക, അഴിമതി മൂടിവെക്കുക, അതാണ് ലക്ഷ്യം. സുൽത്താൻ ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷിച്ചാൽ ഈ കേസ് ഈ 66(1) അന്വേഷണം തൃപ്തികരമാവില്ല, ഇത് അട്ടിമറിക്കപ്പെടും. അന്വേഷണം നടക്കുന്ന 5 ബാങ്കുകളിലെ ക്രമക്കേടുകളെ കുറിച്ച് മുൻപ് തെളിവടക്കം നിരവധി പരാതികൾ നൽകിയിട്ടും കെ ജമാൽ നടപടിയെടുത്തില്ല. ബാങ്കുകളെ സഹായിക്കുന്ന നിലപാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ സ്വീകരിച്ചുവെന്നും ആക്ഷേപമുണ്ട്. മുഖ്യമന്ത്രി, സഹകരണ രജിസ്ട്രാർ എന്നിവർക്കാണ് പരാതി നൽകിയത്. ന്യൂസ് മലയാളം, വയനാട്.